ഹലോ ഡ്രാമ ലവേഴ്സ്, വെൽക്കം ടു ഇൻഫിനിറ്റി സീരീസ്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് റിലീസായിട്ടുള്ള ഒരു കൊറിയൻ BL സീരീസാണ്. ജൂൺ ആൻഡ് ജൂൺ എന്നാണ് ഡ്രാമയുടെ പേര്. ഇതിൽ ടോട്ടൽ 80 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഈ ഡ്രാമയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ ഒന്ന് ചെക്ക് ചെയ്യാം. കൂടാതെ ഈ ഡ്രാമയുടെ പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫീസ് റൊമാൻസും അതുപോലെ നമ്മുടെ ചൈൽഡ്ഹുഡ് ക്രഷ്, നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഡയറക്ടറായി മാറിയാൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, ഇതെല്ലാം കാണിക്കുന്ന ഒരു അടിപൊളി ഡ്രാമയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുമാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം അധികം പറഞ്ഞ് സമയം കളയാതെ നമുക്ക് ഡ്രാമയിലോട്ട് പോകാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ നായകനായിട്ടുള്ള ചോയ് ജൂണിനെയാണ്. അവൻ റെഡി ആയിട്ട് ഓഫീസിലോട്ട് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. അവിടെ സീൻ കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കഥയിലെ അടുത്ത നായകനായിട്ടുള്ള ലീജുവിനെയാണ്. ലീജു രാവിലെ നേരം വൈകിട്ടാണ് എണീക്കുന്നത്. ഫോൺ ഓഫ് ആയതുകൊണ്ട് തന്നെ അലാറം അടിച്ചില്ല. അതുകൊണ്ട് അവൻ നിർത്തി പിടിച്ച് പോവാണ്. വേറെ ഒന്നും കൊണ്ടല്ല, അവൻ ആദ്യമായിട്ട് ഇൻറ്റേണായിട്ട് ഓഫീസിൽ വർക്ക് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ എത്തണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ അവൻ അതുകൊണ്ട് സാധിച്ചില്ല. അതുകൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ റെഡി ആവണം. അവിടെ പിന്നെ കാണിക്കുന്നത് അവൻ്റെ ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ അവൻ അവനെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാണ്. അതിനുശേഷം അവൻ പോവാണ്. പോയിട്ട് അവൻ തിരിച്ചു വന്നിട്ട് അയ്യോ, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ മറന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന പെർഫ്യൂം എടുത്തിട്ട് അവൻ്റെ ദേഹത്ത് അടിച്ചതിന് ശേഷമാണ് അവൻ പോകുന്നത്. അവിടെ സീൻ കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് ലീജൂൺ ഒരു കൺവീനിയൻസ് സ്റ്റോറിലേക്ക് കയറുന്നതാണ്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി ഇവനെ കണ്ടിട്ട് അതിശയത്തോടെ നോക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ ഒരു ചെറിയ കാര്യമുണ്ട്. ലീജൂൺ മുന്നേ ഒരു K-pop ഐഡലായിട്ടായിരുന്നു വർക്ക് ചെയ്തത്. അപ്പോൾ ഇപ്പം എന്താ സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കഥ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ കുട്ടി ഇവനെ കണ്ടിട്ട് ഇതിലെ പരിചിത ഭാവം കാണിക്കുന്നത്. പക്ഷെ അവനത് നോട്ടീസ് ചെയ്യാതെ അവൻ അകത്തോട്ട് കയറിപ്പോയിട്ട് അവന് വേണ്ട സാധനങ്ങൾ എടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു കുട്ടി ഇവനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ഗ്രൂപ്പിൽ പറയുന്നുണ്ട്. ഇവനിങ്ങനെ വന്ന കാര്യമൊക്കെ അവരോട് ഷെയർ ചെയ്യുന്നുണ്ട്. അവിടെ പിന്നെ കാണിക്കുന്നത് സാധനങ്ങൾ വാങ്ങാൻ നിൽക്കുന്ന ലീജൂണിനെയാണ്. അപ്പോൾ ലീജൂണിന് ഒരു കോള് വരുന്നത് സോങ് എന്ന് പറഞ്ഞുള്ള ഒരാളിൽ നിന്നാണ്. അപ്പോൾ സോങ് ഇവനായിട്ട് കുറേ കാലത്ത് അടുപ്പുണ്ട്. അത് മാത്രമല്ല, ഇവന് ഈ ഒരു കമ്പനിയിൽ ഇൻറ്റേണായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള റെക്കമെൻഡേഷൻ കൊടുത്തതും സോങ് തന്നെയാണ്. സോങ് വിളിച്ചിട്ട് പറയാണ്, നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മറക്കരുത് എന്നുള്ള കാര്യം അവനോട് ഓർമ്മിപ്പിക്കുമ്പോൾ അവൻ പറയാണ്, ആരപ്പതി പറയുന്നത്, പണ്ടൊന്നും എന്നെ പച്ചവെള്ളം പോലും കുടിക്കാൻ സമ്മതിക്കാത്ത ആളായിരുന്നു എന്നൊക്കെ പറയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സോങ് പറയണം, അതൊക്കെ നീ വിട്, നീ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലേ, നീ ഇവിടെ എത്താറായില്ലേ എന്ന് ചോദിക്കണം. അപ്പോൾ അവൻ ഒന്നും പറയുന്നില്ല. അവൻ ഇറങ്ങിയില്ല എന്നുള്ള കാര്യം സോങ്ങിനോട് അവൻ പറയാതെ ഞാൻ ഇറങ്ങി, ഞാനിപ്പോൾ എത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കേൾക്കുന്ന സോങ് പറയാണ്, നീ എന്തേലും നേരത്തെ ഇറങ്ങിയത് നന്നായി, നീ വരുന്ന ആ സ്റ്റേഷൻ്റെ അവിടെ ഒരു ആക്സിഡൻറ്റ് നടന്ന് അവിടെ ആകെ ബഹളമാണ്, നീ നേരത്തെ ഇറങ്ങിയില്ലെങ്കിൽ നിനക്കിവിടെ കറക്റ്റ് സമയത്ത് എത്താൻ പറ്റില്ല എന്ന് പറയണം. അത് കേൾക്കുന്ന ലിജുവിനാകെ ടെൻഷനാവാണ്. കൂടാതെ അവൻ്റെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇത് കേട്ടതും അവൻ വേഗം ആ കൺവീനിയൻസ് സ്റ്റോറിൽ നിന്ന് ഇറങ്ങുകയാണ്. അവിടെ സീൻ കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് ഇവൻ ക്യാബ് കാത്ത് നിൽക്കുന്നതാണ്. അപ്പോൾ അവിടെ മുന്നേ തന്നെ ഒരു പെൺകുട്ടി വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അതിന് മുന്നിൽ കയറിയിട്ടാണ് ഇവൻ നിൽക്കുന്നത്. അത് ആ പെൺകുട്ടിക്ക് ഒട്ടും ഇഷ്ടപ്പെടാതെ അവൾ ഇവൻ്റെ മുന്നിൽ കയറി നിൽക്കുകയാണ്. അതിനുശേഷം ഇവർ തമ്മിൽ ചെറിയൊരു വർത്തമാനം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അവളോട് ചോദിക്കുകയാണ്, എനിക്കിന്ന് ജോലിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ്, അതുകൊണ്ട് ആദ്യത്തെ വരുന്ന ക്യാബിൽ ഞാൻ പൊക്കോട്ടെ എന്ന് അത് നല്ല മിതമായ രീതിയിൽ അവളോട് ചോദിക്കുമ്പോൾ അവളത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, നിനക്ക് ഇന്നത്തെ ജോലി മാത്രമേ ഇമ്പോർട്ടൻ്റ് ആയുള്ളൂ, എല്ലാവർക്കും ജോലി ഇമ്പോർട്ടൻ്റ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ, പക്ഷേ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കുമോ, ഞാൻ ആദ്യത്തേന് വരുന്നത്, ഞാൻ പോകട്ടെ എന്ന് അവൻ നല്ല മാന്യമായ രീതിയിൽ താഴ്മയോടെയാണ് അവൻ ചോദിക്കുന്നത്. പക്ഷെ അവളത് സമ്മതിക്കുന്നില്ല. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, രാവിലെ തന്നെ ഞാനൊരു ഭ്രാന്തൻ്റെ മുന്നിക്കാണല്ലോ ചെന്ന് പെട്ടത് എന്ന് അവൾ ലീജുവിനെ നോക്കി പറയാണ്. അപ്പോൾ ഇവരിങ്ങനെ ഇവിടെ തർക്കിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇവരുടെ അടുത്തേക്ക് ഒരു കാറ് വരികയാണ്. അപ്പോൾ കാറിലുള്ളത് നമ്മുടെ നായകനായിട്ടുള്ള ചോയ് ജൂണാണ്. നമ്മൾ തുടക്കത്തിൽ അവൻ്റെ ഫേസ് അത്ര ക്ലിയർ ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ അവൻ അവിടെ വന്നിട്ട് ആ പെൺകുട്ടിയോട് ലിഫ്റ്റ് ഓഫർ ചെയ്യാണ്. അപ്പോൾ ഇവർക്ക് തമ്മിൽ പരിചയമുണ്ട്, അതെങ്ങനെയാണെന്ന് ഇതിൽ പറയുന്നില്ല. അപ്പോൾ അവൾ, നിങ്ങളാണോ, എന്തോ ഒരുപാട് നന്ദിയുണ്ട് ഇപ്പോൾ വന്നതിലേക്ക് ഒരു ലിഫ്റ്റ് തരുന്നതിൽ, ഞാനിവിടെ ആകെ കുടുങ്ങി നിൽക്കുമായിരുന്നു എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ആ കാറിൽ കയറുകയാണ്. ഇതിലുള്ള ആ പെൺകുട്ടിയുടെ പേര് യങ് എന്നാണ്. അപ്പോൾ യങ്ങും അതുപോലെ ചോയ് ജൂണും സംസാരിക്കുന്നത് കേൾക്കുന്ന ലീജൂണിന് മനസ്സിലാവാണ് ഇവരെല്ലാവരും പോകുന്നത് സെയിം റൂട്ടിലേക്കാണെന്ന്. അതുകൊണ്ട് തന്നെ ഇവനിവിടെ വന്നിട്ട് ഇവരോട് ലിഫ്റ്റ് ചോദിക്കുകയാണ്, എന്നെയും കൂടെ കൊണ്ടുപോകുമോ, എനിക്കിന്ന് അത്യാവശ്യമായിട്ടുള്ള ഒരു ജോലിയുണ്ട്, പ്ലീസ് എന്നെയും കൂടി കയറ്റുമോ എന്നൊക്കെ
ചോദിക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ പറച്ചിൽ കേട്ടാൽ ആർക്കായാലും ലിഫ്റ്റ് കൊടുക്കാൻ തോന്നും. അത്രയും നല്ല താഴ്മയായിട്ടാണ് അവൻ സംസാരിക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന യങ്, നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, നിനക്ക് എന്തിൻ്റെ ഏടാന്നൊക്കെ യങ് വല്ലാത്ത രീതിയിൽ ചൂടാവുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന ചോയ്ജും പറയാണ്, ഓ അവൻ്റെ പറച്ചിലായിട്ട് പാവം തോന്നുന്നു, അത് മാത്രമല്ല അവന് ജോലിയോട് നല്ല ആത്മാർത്ഥത അതുപോലെ പഞ്ച്വാലിറ്റി ഉള്ള പയ്യനാന്ന് തോന്നുന്നു, അവനെയും കൂടെ കൂട്ടാന്ന് പറയാണ്. അപ്പം അത് കേൾക്കുന്ന യങ്ങും സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഇവ ഇങ്ങനെ പറഞ്ഞേക്കുമ്പോൾ ലീജുവിന് എന്തോ നല്ല സന്തോഷമാവണം. അത് മാത്രമല്ല അവന് ചോയ്ജുവിനെ കണ്ടിട്ട് ഒരു ദൈവമാണെന്നൊക്കെയാണ് തോന്നുന്നത്. അവിടെ പിന്നെ കാണിക്കുന്നത് കാറിൽ പോകുന്ന യങ്ങിനെയും ചോയ്ജുണ്ണി അതുപോലെ ലീജുണ്ണിയാണ്. അപ്പോൾ ലീജുൺ ആ കാറിൽ ഇരുന്നിട്ട് എല്ലായിടത്തും പരതി നോക്കുകയാണ്. എന്നിട്ട് അവിടെ പ്രത്യേക ഒരു സ്മെല്ല് അവന് തോന്നുന്നുള്ളതുകൊണ്ട് തന്നെ അവൻ അവിടെയൊക്കെ എന്താണെന്ന് അന്വേഷിക്കുകയാണ്. അപ്പോൾ ഇത് തീരെ ഇഷ്ടമാവുന്നില്ല യങ്ങിന്. അപ്പോൾ യങ് അതിനെക്കുറിച്ച് ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കുന്നുണ്ട്. ഇവൻ്റെ ഇങ്ങനെയുള്ള പെരുമാറ്റം കാണുമ്പോൾ ചോയ്ജൂണും ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ, നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവനൊന്നുമില്ല എന്നാണ് പറയുന്നത്. പിന്നെ അവിടെ കുറേ തപ്പിയതിന് ശേഷം അവനൊരു ഇൻവിറ്റേഷൻ കാർഡ് കിട്ടുകയാണ്. അപ്പോൾ അത് മണത്ത് നോക്കുമ്പോൾ അതിൽ അവൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയ ലാവൻഡറിൻ്റെ സെൻറ്റാണുള്ളത്. ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ചോയ്ജും കാണുന്നുണ്ട്. അതിനുശേഷം അവൻ പറയാണ്, അതെനിക്കൊരു ഇൻവിറ്റേഷൻ കാർഡ് കിട്ടിയതാണ്, അപ്പോൾ അതിലവർ എസെൻഷ്യൽ ഓയിൽ ചേർത്തിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയണം. അപ്പോൾ അത് കേൾക്കുന്ന ലീജും പറയാണ്, ഇത് ലാവൻഡർ ആണെന്ന് പറയുമ്പോൾ ചോയ്ജും പറയണം, ആ ലാവൻഡർ നല്ല സെൻറ്റാണ്, അത് മാത്രമല്ല ലാവൻഡർ സ്ട്രെസ് റിലീഫർ ആണെന്നും കൂടി പറയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന ലീജും പറയാണ്, അതുകൊണ്ടാണ് എനിക്കും ഇഷ്ടമെന്ന്. അപ്പോൾ ഇവരുടെ തമ്മിലുള്ള ഒരു കോമൺ ആയിട്ട് അവർക്ക് ലാവൻഡർ എന്ന് പറഞ്ഞാൽ സെൻറ്റ് ഇഷ്ടമാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇവരിങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതൊന്നും എങ്ങനെ ഒട്ടും ഇഷ്ടമാവുന്നില്ല. ടെങ് പറയുന്നുണ്ട്, നിങ്ങളുടെ സംസാരം കേട്ടാൽ നിങ്ങൾക്ക് മുന്നേ ഉള്ള പരിചയമുള്ള പോലെ ഉണ്ടല്ലോ എന്ന് ചോദിക്കും. എങ്ങനെ ഈ ചോദ്യം കേൾക്കുന്ന ചോയ്ജും പറയാണ്, അല്ല നിനക്ക് അവനെ മുന്നേ പരിചയമുണ്ടോ, പിന്നെ എന്തിനാ നീ ആദ്യം കണ്ടപ്പം മുതലേ ഇവനായിട്ട് തല്ലുണ്ടാക്കുന്നത് എന്നുള്ള കാര്യം പറയുമ്പോൾ യങ് അവന് കൊടുക്കുന്ന മറുപടി, ചിലപ്പോൾ ഞാനിവനെ കണ്ടിട്ടുണ്ടാവും, എനിക്കിവനെ കണ്ടിട്ട് നല്ല കണ്ടുപരിചയം തോന്നുന്നുണ്ടെന്നാണ് യങ് പറയുന്നത്. അപ്പം ഇത് കേൾക്കുന്ന ചോയ്ജും പറയാണ്, ആ എനിക്കും ഇവനെ എവിടെയോ കണ്ട പോലെ തോന്നുന്നുണ്ടെന്ന്. അവിടെ പിന്നെ കാണിക്കുന്നത് ചോയ്ജൂൺ ലീജൂണിനോട് നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്യാന്നുള്ള ഒരു ഓഫർ കൊടുക്കുകയാണ്. അത് കേൾക്കുമ്പോൾ ലീജൂണും വല്ലാതെ സന്തോഷമാവാണ്. അവൻ പറഞ്ഞും കൊടുക്കുന്നുണ്ട്. അത് കേൾക്കുന്ന ചോയ്ജും പറയണം, ഞാനും അവിടെയാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറയുമ്പോൾ യങ് പറയുന്നത്, അപ്പം ഞാൻ എന്ത് ചെയ്യും, എനിക്ക് അങ്ങോട്ടല്ല പോകേണ്ടതെന്ന് പറയുമ്പോൾ അവൻ പറയണം, ഞാൻ നിന്നിവിടെ ഇറക്കാം, നീ ഇനി കുറച്ച് നേരം എനിക്ക് പോകാനുള്ളൂ, നീ പൊക്കോന്നും അവളോട് പറയണ്ട. അപ്പോൾ അവൾ എക്സ്ക്യൂസായിട്ട്, ഞാൻ ഹീൽസ് അട്ടിക്കുന്നത് എനിക്ക് നടന്നു പോകാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പം അതിനുള്ള വഴി ചോയ്ജും പറഞ്ഞു കൊടുക്കുകയാണ്. അവൻ്റെ കാറിൽ ഒരു സ്ലിപ്പേഴ്സ് ഉണ്ട്, അത് നീ എടുത്തോ എന്ന് പറയണം. അതിനുശേഷം അതെടുത്തിട്ട് യങ് അവിടെ നിന്ന് പോവാണ്. അവിടെ സിങ്കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് ഓഫീസിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ നിൽക്കുന്ന ചോയ്ജുണ്ണി അതുപോലെ ലീജുണ്ണിയാണ്. എന്നിട്ട് ലീജുൻ പറയുന്നുണ്ട്, നിങ്ങളെന്ന് എനിക്ക് ലിഫ്റ്റ് തന്നില്ലായിരുന്നെങ്കിൽ എനിക്കിന്ന് ആകെ പ്രശ്നമായതിനെ, നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്, കൂടാതെ നിങ്ങളോട് ഞാൻ കുറേ കടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയണം. അതിനുശേഷം അവൻ്റെ കയ്യിൽ ബിസിനസ് കാർഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൻ വാങ്ങിയ ഡ്രിങ്കിൽ അവൻ്റെ കോൺടാക്ട് നമ്പർ എഴുതി കൊടുക്കുകയാണ് അവൻ ചോയ്ജുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വല്ല ആവശ്യം വരുമ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് പറയണം. അപ്പോൾ ഇവങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുന്ന ചോയ്ജും പറയാണ്, നിനക്ക് 9 മണിയായി ടൈം, നീ പോകുന്നില്ല അല്ലെങ്കിൽ നീ ലേറ്റ് ആവുമെന്ന് പറയുമ്പോൾ അവൻ ധൃതി പിടിച്ച് അവിടുന്ന് പോവാണ്. അവൻ ധൃതി പിടിച്ച് പോകുമ്പോഴും അവൻ പറയുന്നുണ്ട്, ആവശ്യം വരുമ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് അവൻ പോകുന്നത്. അങ്ങനെ ഓടിപ്പോകുന്നതിൻ്റെ ഇടയ്ക്കിൽ അവിടെ തട്ടിയിട്ട് അവൻ വീഴാൻ പോകുന്ന അവനെ കറക്റ്റ് സമയത്ത് ചോയ്ജൂൺ പിടിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ ചോയ്ജൂണിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ സമയത്ത് അവൻ്റെ മനസ്സിലൂടെ വരികയാണ്, ഇവൻ്റെ സ്മെല്ല് എനിക്ക് നല്ല പരിചിതമായിട്ട് തോന്നുന്നുണ്ടല്ലോ എന്നുള്ളൊരു തോട്ട് അവനപ്പം ഉണ്ടാവുന്നുണ്ട്. കുറച്ച് നേരം അവൻ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അതിനുശേഷമാണ് ലീജൂൺ സ്വബോധത്തിലേക്ക് വന്നത്. പെട്ടെന്ന് അവൻ അവിടുന്ന് വേഗം അവനോട് വീണ്ടും താങ്ക് യു പറഞ്ഞിട്ട് ലീജു വേഗം ഓടിപ്പോവാണ്. അവൻ പോയതിന് ശേഷവും ചോയ്ജൂൺ ഇന്ന് നടന്ന സംഭവങ്ങൾ ആലോചിച്ചിട്ട് എന്താണെന്ന് അറിയില്ല വല്ലാതെ ചിരിക്കുന്നുണ്ട്. കൂടാതെ അവൻ കൊടുത്തിരിക്കുന്ന ഡ്രിങ്കും കൈ പിടിച്ചിട്ടാണ് അവൻ ചിരിക്കുന്നത്. അവിടെ പിന്നെ കാണിക്കുന്നത് ലിഫ്റ്റ് കാത്ത് നിൽക്കുന്ന ലീജൂണിനെയാണ്. അവിടേക്ക് ചോയ്ജൂണും വരികയാണ്. അപ്പോൾ ഇവനെ കാണുന്ന ചോയ്ജൂൺ അവനോട് ചോദിക്കുന്നുണ്ട്, നീ കുറേ നേരമായല്ലോ വന്നിട്ട് എന്താ ഇതുവരെ പോയില്ലേന്ന് ചോദിക്കുമ്പോൾ ലീജൂൺ പറയാണ്, ലിഫ്റ്റ് നിറയെ ആളുകളായിരുന്നു, അതുകൊണ്ട് കയറാൻ പറ്റിയില്ല എന്ന്. അങ്ങനെ ഇവരവിടെ നിൽക്കുമ്പോൾ ലീജൂണിന് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. അത് സോങ്ങിൻ്റെ കോളായിരുന്നു. എന്നിട്ട് സോങ് പറയുന്നത്, നീ ഇവിടെ എത്താറായില്ലേ, നമ്മുടെ ഡയറക്ടർ ഭയങ്കര പഞ്ച്വാലിറ്റിക്കാരനാണ്, അപ്പം നീ നേരത്തെ എത്തണം, ഡയറക്ടർ വരുന്നതിൻ്റെ മുന്നേ തന്നെ എങ്ങനെയെങ്കിലും എത്തണം, അല്ലെങ്കിൽ നിൻ്റെ ആദ്യത്തെ ദിവസം തന്നെ നിനക്കൊരു ബാഡ് ഇമ്പ്രഷൻ ഉണ്ടാവും എന്നൊക്കെ പറയണേ. ഇതൊക്കെ നമ്മുടെ ചോയ്ജൂൺ നല്ല ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട്. ഇവൻ ആരാണ് ഫോൺ വിളിക്കുന്നത് എന്നുള്ളതൊക്കെ സംശയം ചോയ്ജൂണുണ്ടെന്ന് തോന്നുന്നു. അവൻ ഇവർ സംസാരിക്കുന്നത് നല്ല ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നുണ്ട്.
അവിടെ പിന്നെ കാണിക്കുന്നത് ആ ലിഫ്റ്റിൽ വരുന്നൊരു സ്ത്രീ ചോയ് ജൂണിനെ കാണുമ്പോൾ അവിടുന്ന് മാറിക്കൊടുക്കുകയാണ്. എന്നിട്ട് ചോയ് ജൂൺ അതിലേക്ക് കയറുന്നുണ്ട്. ബാക്കി കുറേ പേര് അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും അവരൊന്നും അകത്തേക്ക് കയറുന്നില്ല. എന്നിട്ട് ചോയ് ജൂൺ ലീ ജൂണിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് വഴുകിയെന്നല്ലേ പറഞ്ഞത്, നീ കയറുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവൻ കയറാണ്. എന്നാൽ അവന് സംശയിച്ചിട്ടാണ് കയറുന്നത്. ബാക്കിയുള്ള ആരും കയറുന്നില്ല. അതെന്താണെന്ന് അവന് മനസ്സിലാവുന്നില്ല. അപ്പം അധികം ചിന്തിക്കാൻ നിൽക്കാതെ അവനും ചോയ് ജൂണിൻ്റെ കൂടെ കയറിപ്പോവാണ്. അവിടെ പിന്നെ കാണിക്കുന്നത് ലിഫ്റ്റിൽ പോകുമ്പോൾ ലീ ജൂൺ പറയുന്നതാണ്, നിങ്ങൾ എന്നെ ഒരുപാട് സഹായിച്ചു, അവിടെയായാലും ഇവിടെയായാലും നിങ്ങൾക്ക് ഒരുപാട് പ്രത്യേകകാരം ഞാൻ ചെയ്യേണ്ടതിരിക്കുന്നു എന്നൊക്കെ ലീ ജൂൺ പറയാണ്. അപ്പോൾ ഇവങ്ങനെയൊക്കെ പറയുമ്പോഴും ചോയ് ജൂൺ മടിച്ചിട്ടാണെങ്കിലും അവനോട് ചോദിക്കുകയാണ്, അപ്പോൾ നിന്നെ നമ്മൾ നിൽക്കുമ്പോൾ ഒരാൾ ഫോൺ ചെയ്തില്ലേ, അയാൾക്കും നീ എന്തെങ്കിലും ചെയ്തു കൊടുക്കാണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത് കേൾക്കുന്ന ലീ ജൂൺ ചിരിച്ചിട്ട് പറയാണ്, അതൊന്നുമല്ല, അയാൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണെന്ന് പറയണേ, എൻ്റെ ബ്രദറിനെ പോലെയെന്ന്. അത് കേൾക്കുമ്പോൾ ചോയ് ജൂണും എല്ലാം സന്തോഷമാവണം. എന്നിട്ട് പറയാം, ബ്രദറിനെ പോലെയുള്ള ആളാണല്ലേ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ചോയ് ജൂൺ പറയാണ്, എന്തായാലും അയാൾ നല്ലൊരു ഇൻഫോർമേഷനാണ് നിനക്ക് തന്നത്, ആ ഡയറക്ടർ ശരിക്കും നല്ല സ്ട്രിക്റ്റ് ആണെന്നൊക്കെ അവനോട് പറയാണ്. അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലീ ജൂൺ പറയുന്നത്, അയ്യോ ഞാൻ ഫ്ലോർ നമ്പർ അടിക്കാൻ വേണ്ടി മറന്നല്ലോ എന്ന് പറയുമ്പോൾ ചോയ് ജൂൺ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഏത് ഫ്ലോറിലേക്കാണ് പോകേണ്ടത്, നിനക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയണം VCOMസിലോട്ടാണെന്ന്. അത് കേൾക്കുന്ന ചോയ് ജൂൺ പറയണം, അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്, അത് 11th ഫ്ലോറിലാണെന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ ലീ ജൂണിന് നല്ല സന്തോഷമായിട്ടാണ് പറയണം, എനിക്ക് ലൈഫിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നൊരു കമ്പനിയായിരുന്നു അതെന്നൊക്കെ അതിനെക്കുറിച്ച് ചോയ് ജൂണിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം അവരവിടെ എത്തിയിട്ട് ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുകയാണ്. അവർ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ചോയ് ജൂൺ പറയാണ്, നിനക്കൊരു കാര്യം അറിയണോ, നിനക്ക് നിൻ്റെ ഡയറക്ടറിനേക്കാളും മുന്നെത്താൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലൊരു വഴിയുണ്ട് എന്ന് പറയുമ്പോൾ ലീ ജൂൺ വല്ല അതിശയത്തോടെ അവനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയുമോയെന്ന്. അതിന് വേണ്ടി നീ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞിട്ട് ഇവനെ ചോയ് ജൂണിൻ്റെ കൂടെ കൊണ്ടുപോവാണ്. അവിടെ പിന്നെ കാണിക്കുന്നത് ഓഫീസിലോട്ട് ചോയ് ജൂണിൻ്റെ കൂടെ വരുന്ന ലീ ജൂണിനെയാണ്. ഇവരെത്തുമ്പോഴേക്കും അവിടെയുള്ള ആളുകളൊക്കെ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് എണീച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇത് കാണുന്ന ലീ ജൂൺ ഇവിടെ എന്താ നടക്കുന്നതെന്ന് കൃത്യമായിട്ട് ഒന്നും മനസ്സിലാവാതെ അവൻ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഇവങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് ചോയ് ജൂൺ അവൻ്റെ ചെവി വന്നിട്ട് പറയാണ്, ഞാൻ പറഞ്ഞില്ലേ നീ ഡയറക്ടറേക്കാളും മുന്നേ എത്തും എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന ചോയ് ജൂൺ ആകെ ഷോക്കായിട്ട് ഇവിടെ എന്താ നടക്കുന്നതെന്ന് പോലും അവന് മനസ്സിലാവാത്ത സ്ഥിതിയിലാണ്. ഇവനാണ് ഡയറക്ടർ എന്ന് അറിയുമ്പോൾ ലീ ജൂണിൻ്റെ റിയാക്ഷൻ വളരെ ഫണ്ണിയാണ്, നല്ല രസമാണ് ആ റിയാക്ഷൻ കാണാനും. അവിടെ പിന്നെ കാണിക്കുന്നത് ചോയ് ജൂൺ എല്ലാവരോടും സംസാരിക്കുന്നതാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, എല്ലാ ഇൻറ്റേൺസും ഇന്ന് കറക്റ്റ് സമയത്ത് തന്നെ എത്തിയിട്ടുണ്ട്, അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഓരോരുത്തരായിട്ട് എൻ്റെ ഓഫീസിലോട്ട് വിളിപ്പിച്ച് അവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ചോയ് ജൂൺ തൻ്റെ ഓഫീസിലോട്ട് പോവാണ്. അവിടെ സിങ്കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് ലീ ജൂണും അതുപോലെ സോങ്ങും സംസാരിക്കുന്നതാണ്. എന്നിട്ട് സോങ് ചോദിക്കുന്നുണ്ട്, നിൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ നിൻ്റെ ഇൻറ്റേൺ ആയിട്ടുള്ള തിരക്ക് പിടിച്ചിട്ടുള്ള ദിവസം എന്ന് ചോദിക്കുമ്പോൾ ലീ ജൂൺ പറയാണ്, കുഴപ്പമില്ല, എന്നാലും എനിക്ക് പേടിയുണ്ട്, ഞാൻ എല്ലാവരെയായിട്ട് ഒത്തുചേർന്ന് പോവുമെന്ന് എനിക്കറിയില്ല എന്ന് പറയണം. അപ്പോൾ അങ്ങനെ കേൾക്കുന്ന സോങ് പറയാണ്, നീ പേടിക്കൊന്നും വേണ്ട, അതൊന്നും കുഴപ്പമുണ്ടാവില്ല, നിനക്കെല്ലാം പതിയെ പതിയെ പഠിക്കാൻ പറ്റും, നീ ആദ്യം ചെയ്യരുത്, ഇവിടെ എല്ലാവരെയും കുറിച്ചറിഞ്ഞ് അവരുടെ ജോബ് എന്താണ്, അവരുടെ പൊസിഷൻ എന്താണ് മനസ്സിലാക്കുകയാണ് നീ ആദ്യം വേണ്ടത് എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ സോങ് ലീ ജൂണിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഡയറക്ടറായിട്ടുള്ള ചോയ് ജൂണിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ലീ ജൂണിന് പറഞ്ഞു കൊടുക്കുകയാണ് സോങ്. അവൻ പറയുന്നത്, ചോയ് ജൂൺ UK നിന്നാണ് വന്നത്, UK എന്നുള്ള ഇവരുടെ ഒരു ബ്രാഞ്ചിൽ നിന്നാണ് അവൻ വന്നത്. ഇവരുടെ സെയിൽസ് വളരെ ലോ ആയിട്ട് ഇങ്ങനെ തകർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഇവൻ വന്നതിന് ശേഷം സെയിൽസൊക്കെ ഇമ്പ്രൂവ് ആയിട്ട് വീണ്ടും ഇവരുടെ കമ്പനി മെച്ചപ്പെട്ട് വരികയാണ്. അതിനെക്കുറിച്ചൊക്കെ ലീ ജൂണിന് പറഞ്ഞു കൊടുക്കുകയാണ് സോങ്. ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സോങ് അവനോട് ചോദിക്കുകയാണ്, എന്നാലും നീ എങ്ങനെ രാവിലെ ഡയറക്ടറിൻ്റെ കൂടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ രാവിലെ നടന്ന സംഭവങ്ങളൊക്കെ ലീ ജൂൺ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഇവർ പറഞ്ഞു കഴിയുമ്പോഴേക്കും അവിടേക്ക് ചോയ് ജൂൺ വരികയാണ്. ചോയ് ജൂൺ വന്നിട്ട് ലീ ജൂണിനോട് പറയുന്നുണ്ട്, നീയാണ് അടുത്തത് എൻ്റെ ഓഫീസിലോട്ട് വരേണ്ടത് എന്ന് പറയണം. ആ സമയത്താണ് അവൻ കോഫി കുടിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ അവൻ്റെ തരിപ്പി കയറുകയാണ്. അപ്പോൾ ഇങ്ങനെ കാണിക്കുന്നതൊക്കെ ഉണ്ട്. ചോയ് ജൂൺ ചിരിച്ചിട്ട് ഓഫീസിലോട്ട് പോവാണ്. ഇവൻ്റെ ദേഹത്ത് കോഫിയൊക്കെ ആയത് കണ്ടിട്ട് തുടച്ചെടുക്കാൻ വേണ്ടി സോങ് കർച്ചീഫ് എടുക്കുന്നുണ്ടെങ്കിലും അതിന് മുന്നേ ലീ ജൂൺ അവിടുന്ന് പോവാണ്. അത് കണ്ടിട്ട് സോങ് തോന്നുന്നുണ്ട് ശരിക്കും അവൻ അവൻ്റെ ആദ്യത്തെ ദിവസം അവൻ കുറേ കഷ്ടപ്പെടുന്നുണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. അവിടെ സിങ്കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് ഇൻറ്റേൺസ് എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിക്കുന്നതാണ്. അപ്പോൾ ഓരോരുത്തർക്ക് എങ്ങനെയൊക്കെയാണ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നതെന്നൊക്കെയാണ് ഇവർ സംസാരിക്കുന്നത്. അതിൽ ഒരുത്തൻ പറയുന്നുണ്ട്, നമുക്കിവിടെ പെർമനൻ്റായിട്ട് ജോലി ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റ് അവർ നോക്കും, അല്ലെങ്കിൽ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ വേണ്ടി വരുന്നു. അങ്ങനെ ഇവർ റെക്കമെൻഡേഷനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇവർ ലീ ജൂണിനെ കുറിച്ച് പറയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ലീ ജൂൺ രാവിലെ വന്നത് തന്നെ ഇവിടുത്തെ ഡയറക്ടറിൻ്റെ കൂടെയാണ്, അതുകൊണ്ട് ഇവനിവിടെ പെർമനൻറ്റ് ജോബ് കിട്ടാൻ സാധ്യത ഉണ്ടെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അങ്ങനെ ഇവർ സംസാരിക്കുമ്പോൾ അവിടേക്ക് ലീ ജൂണും വരുന്നുണ്ട്. ലീ ജൂണിന് മനസ്സിലാവുന്നുണ്ട് ഇവർ അവനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നതെന്ന്.
അവിടെ പിന്നെ കാണിക്കുന്നത് ലീജോൺ തൻ്റെ കമ്പ്യൂട്ടറിൻ്റെ അവിടെ വന്നിരിക്കുമ്പോൾ അവനൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. സിമോൺ എന്ന് പറഞ്ഞ ഒരാളുടെ നിന്നാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് മെസ്സേജ്: നിനക്ക് ഇന്ന് നിൻ്റെ ആദ്യത്തെ ദിവസമല്ലേ, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നാണ് ആ മെസ്സേജിൽ ഉണ്ടായിരുന്നത്. ആ മെസ്സേജ് കാണുമ്പോൾ ലീജോൺ ചിരിക്കുന്നുണ്ട്. അവിടെ സീൻ കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് ലിജുവിനെ ഇൻ്റർവ്യൂ എടുക്കുന്നതാണ്. അപ്പോൾ ഇൻ്റർവ്യൂ എടുക്കുന്നതിന് മുന്നേ ചോയ്ജുവും പറയാണ്, നീ പറഞ്ഞില്ലേ ഞാൻ നിന്റെ ലൈഫ് സേവറാണ്, ഞാൻ നിനക്ക് ചെയ്തു തന്നതിനൊക്കെ നീ കോമ്പൻസേറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞില്ലേ, അതിപ്പോൾ നിനക്ക് എളുപ്പമായല്ലോ, നമ്മളിനി എന്നും ദിവസേന കാണുമല്ലോ എന്ന് പറയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴും ലിജുണൊന്നും മിണ്ടാതിരിക്കുന്നത് കാണുമ്പോൾ ചോയ്ജുവും ചോദിക്കുകയാണ്, അപ്പം നീ വെറുതെ പറഞ്ഞതല്ലേ നീ എനിക്ക് കോമ്പൻസേറ്റ് ചെയ്യുന്നൊക്കെയെന്ന് അവൻ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ലിജുൺ പറയാണ്, അങ്ങനെയൊന്നല്ല, നിങ്ങൾക്ക് വല്ല സഹായം വന്നാൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്തു തരുമെന്ന് പറയാണ്. പിന്നെ ചോയ്ജൂൺ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, നിനക്ക് ഞങ്ങളുടെ കമ്പനിയോടും അതുപോലെ അതിൻ്റെ പ്രൊഡക്ട്സിനോടൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് ഞങ്ങളുടെ കമ്പനി സെൻറ്റുകളെക്കുറിച്ച് ഫോക്കസ് ചെയ്തുകൊണ്ടല്ലേ, അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ വേണ്ടിയിട്ട് അവനോട് ആവശ്യപ്പെടുകയാണ്. അത് കേൾക്കുന്ന ലിജൂൺ പറയാണ്, എൻ്റെ ജീവിതത്തിൽ ഏതൊരു സാഹചര്യങ്ങൾ കൂടെ കടന്നു പോയാലും എനിക്ക് വേണ്ടി ഒരാൾ ഈ സെൻറ്റുകളെയൊക്കെ കുറിച്ചിട്ട് ഇങ്ങനെ അഡ്വൈസൊക്കെ തന്നിരുന്നു. അതിന് ശേഷമാണ് എനിക്ക് സെൻറ്റിനോടും അതുപോലെ ഈ കമ്പനിയോടൊക്കെ ഒരു താല്പര്യം തോന്നി തുടങ്ങിയതെന്ന് അവൻ പറയുകയാണ്. ഇതൊക്കെ കേട്ടതിന് ശേഷം ചോയ്ജൂൺ ചോദിക്കുകയാണ്, അത് നമ്മുടെ ടീം ലീഡറായിട്ടുള്ള സോങ്ങിനെ കുറിച്ചാണോ പറയുന്നത് ചോദിക്കുമ്പോൾ ലിജൂൺ പറയുന്നുണ്ട്, അതേ സോങ് തന്നെയാണ് ആ ആളെന്ന് അവന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഇൻ്റർവ്യൂ ഇങ്ങനെ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ചോയ്ജൂൺ പെട്ടെന്ന് ചോദിക്കുകയാണ്, നിൻ്റെ ലൈഫ് എങ്ങനെയായിരുന്നു ഈ സമയങ്ങളിൽ എന്നൊക്കെ ചോദിക്കുമ്പോൾ ലിജൂൺ അത് മനസ്സിലാവുന്നില്ല. അവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്, ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ലിജൂണിന് മനസ്സിലാവുന്നില്ല. ലിജൂൺ ആകെ കൺഫ്യൂസ് ആണെന്ന് ചോയ്ജൂണിന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൻ ലിജൂണിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവനോട് ചോദിക്കുകയാണ്, കുറേ കാലമായല്ലോ നിന്നെ കണ്ടിട്ട്, നിനക്ക് സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൻ അടുത്തേക്ക് വരുന്നതും ലിജൂൺ വേഗം ചോയ്ജൂൺ എന്ന പേര് വിളിക്കുകയാണ്. ലിജൂൺ ചോയ്ജൂൺ എന്ന് വിളിക്കുന്നതും ഇവർ തമ്മിലുണ്ടായുള്ള ഒരു പാസ്റ്റിലെ സീനാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഇരിക്കുന്നത് കുട്ടിയായിട്ടുള്ള ചോയ്ജൂണാണ്. അവൻ മറ്റുള്ള കുട്ടികളുടെ നടി പേടിച്ചിട്ട് ഒരു സ്ഥലത്ത് ഒളിച്ച് നിൽക്കുകയാണ്. അവിടേക്ക് നമ്മുടെ ലിജുവും വന്നിട്ട് പറയാണ്, നീ എന്താ അങ്ങനെ, നിനക്ക് 2 കിട്ടി, അതിലേറെ കൊടുത്തിട്ട് വേണ്ടേ നീ വരാൻ, അല്ലാതെ ഇങ്ങനെ പേടിച്ച് ഒളിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ ചോദിക്കുമ്പോൾ അവൻ പറയാണ്, എനിക്കറിയാം നീ എന്നെ അന്വേഷിച്ച് വരുന്നത്, നീ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണെന്ന് ചോയ്ജൂൺ പറയാണ്. അപ്പം അത് കേൾക്കുന്ന ലിജൂൺ പറയുന്നത്, നീ വിചാരിക്കേണ്ട എപ്പോഴും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവുന്നു, നീ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പഠിക്കണമെന്നാണ് ലിജൂൺ പറയുന്നത്. ആ സമയത്ത് ചോയ്ജൂൺ അവിടുന്ന് എണീച്ചിട്ട്, നീ എന്നോട് പ്രോമിസ് ചെയ്തതാ നീ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് നേരെ പോയിട്ട് ലിജൂണിനെ കെട്ടിപ്പിടിക്കുകയാണ്. ഇവരിങ്ങനെ ഹഗ് ചെയ്യുന്ന സമയത്ത് ലിജൂൺ പറയാണ് ചോയ്ജൂണിനോട്, നിൻ്റെ വാമായിട്ടുള്ള സെൻറ്റാണെന്ന്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മുടെ ലിജൂണിനെ വീണപ്പോൾ പിടിച്ചില്ലേ, ആ സമയത്തും അവന് തോന്നിയിട്ടുണ്ടായിരുന്നു ഇവൻ്റെ ഈ സെൻറ്റ് അവന് ഏറ്റവും കൂടുതൽ അറിയുന്ന അല്ലെങ്കിൽ പരിചിതമായ ഒന്നാണെന്ന് അവന് പറഞ്ഞിരുന്നല്ലോ. അതിൻ്റെ പിന്നിലെ രഹസ്യം ഇതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. താൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ ഡയറക്ടർ തൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണെന്ന് മനസ്സിലാക്കുന്ന ലിജൂണിനെ കാണിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു എപ്പിസോഡ് 1 ഇവിടെ അവസാനിക്കുകയാണ്. ഈ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് എങ്ങനെയാണ് ലവേഴ്സ് ആവുക, ഇവരുടെ ഓഫീസ് റൊമാൻസ് എങ്ങനെയായിരിക്കും, ഇവരുടെ ഇടയിലെ പ്രണയം എങ്ങനെ വർക്കൗട്ട് ആവുന്നതെന്നറിയാൻ എന്നെപ്പോലെ നിങ്ങൾക്കും നല്ല ആകാംക്ഷ ഉണ്ടാവില്ലേ. അതിനുവേണ്ടി നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇതിപ്പോൾ ഓൺഗോയിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഡ്രാമയാണ്. അപ്പോൾ ഓരോ വീക്കിലെ ഓരോ എപ്പിസോഡ്സ് റിലീസാവുള്ളൂ. ഈ വീക്കിലെ എപ്പോഴാണ് റിലീസാവുകയെന്ന് കറക്റ്റായിട്ട് അറിയില്ല. എന്തായാലും ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാം. എന്നാൽ മാത്രമേ ഞാൻ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് വിവരം ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഡ്രാമയും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, കൂടാതെ എക്സ്പ്ലനേഷനും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. Bye bye.